എൻ്റെ നാട്ടിലെ പിള്ളേരെല്ലാം ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഫുഡിന്റെ ഒരു വിരാന്തനാണ്, അറിയാം. അപ്പൊ അവിടെ കുറെ ഫുഡ് കിട്ടും, അങ്ങനെയാന്ന് ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പോയി കൊടുത്താൽ അവര് രാത്രിക്ക് എന്താണ് ഫുഡിന് ശേഷം നമ്മളെ അടിയും. അവരും ഭയങ്കര കുറച്ച് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെറുതെ. മമ്മൂന്റെ ഇന്റർവ്യൂവിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്കും ചിലതൊക്കെ നിങ്ങളോട് പറയണം തോന്നി. കാരണം ഹോസ്റ്റൽ ലൈഫ് ഇന്നെ പോലെ അനുഭവിച്ച വേറെ ഒരാൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഏകദേശം 2007 ഓഗസ്റ്റ് 15 ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട് വിട്ട് ഇറങ്ങണേ. അന്ന് ഞാൻ പഠിക്കുന്ന 3ാം ക്ലാസ്സിലാണ്. അന്ന് ഞാൻ ആ ഓർഫനേജിലേക്ക് പോകാനുണ്ടായ കാരണം മമ്മു പറഞ്ഞ പോലൊക്കെ തന്നെ ഫുഡ് തന്നെയായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ വീട്ടിൽ വർഷത്തിൽ 2 പെരുന്നാൾക്ക് മാത്രമാണ് ബിരിയാണിക്ക് ഉണ്ടാല്. അന്നൊക്കെ ഒട്ടുമിക്ക വീടുകളിലെ അവസ്ഥ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ ഇതും ഇല്ലാത്ത വീടുകൾ ഉണ്ടായിരിക്കാം. അൽഹംദുലില്ലാഹ് പഠിച്ചോൻ സഹായിച്ചിട്ട് ഇന്ന് ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ആ മമ്മുവിൻ്റെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ആ വീഡിയോൻ്റെ തംബ്നെയിൽ കൊടുത്ത മദ്രസ പൊട്ട് എന്നുള്ള വാക്കെന്ന് തുടങ്ങാം. ആ ഒരു വാക്ക് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ സൊസൈറ്റീൻ്റെ ഒരു പ്രശ്നമാണത്. ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ദർസ് പഠനം നിർത്തേണ്ടി വന്നാൽ പിന്നെ ആ കുട്ടീനെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒന്നിനും കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കുക. പക്ഷേ ഞാൻ മമ്മുവിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള കുറേ കമൻറ്റുകൾ വായിച്ചു നോക്കിയപ്പോൾ ആ രൂപത്തിലുള്ള കമൻറ്റുകൾ വളരെ കുറവാണ്. കാരണം മമ്മു ഒരു സെലിബ്രിറ്റി ആണല്ലോ. അല്ലെങ്കിൽ നമ്മൾ താഴ്ന്നു കണ്ടാലേ ചവിട്ടിത്താത്താൻ ആൾക്കാരുണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം പഠിച്ചിട്ട് പല രക്ഷിതാക്കളും കുട്ടികളെ ദർസിലേക്ക് കൊണ്ടാക്കുന്നതന്നെയില്ല. അൽഹംദുലില്ലാഹ് അള്ളാൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ വർഷം ജാമിയ മർക്കസിൽ നിന്ന് പഠനം പൂർത്തിയാക്കി എനിക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉസ്താദ് പുതുപ്പറമ്പ് ഉസ്താദിൻ്റെ ഒരു വാക്കാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. ഞാൻ ഉസ്താദിൻ്റെ ദർസിലേക്ക് പോയ സമയത്ത് ഉസ്താദിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ കേൾക്കുന്ന ഒരു വാക്കുണ്ട്. അതെന്താ അറിയോ? ഉസ്താദ് ഞങ്ങളോട് പറയണേ, നിങ്ങൾ ആരും ഞാൻ പിടിച്ചു വെക്കൂല, പഠനം പൂർത്തിയാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിർത്തിപ്പോകാം. അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ആക്കി ഒരു പൊരുത്തക്കേടും തരുമില്ല. കാരണം പൊരുത്തക്കേട് ഞാൻ ആരുടെ അടുത്തും വാങ്ങി വെച്ച സാധനമല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇനി മമ്മ പറഞ്ഞ ഈ സീനിയേഴ്സിൻ്റെ റാഗിങ് കമൻറ്റ് ബോക്സ് മൊത്തം അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരു 100 കുട്ടികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ ആ 100 കുട്ടികളും 100 കൾച്ചർ അനുസരിച്ച് ജീവിച്ചു വന്ന ആൾക്കാരായിരിക്കും, പല ജാതി ഉദ്ദേശങ്ങളായിട്ട് വന്ന ആൾക്കാരായിരിക്കും. അതിൽ മമ്മ പറഞ്ഞാൽ ഈ ഫുഡിന് വേണ്ടി വന്ന ആൾക്കാരുണ്ടാവും, പഠിക്കണം എന്ന് വിചാരിച്ചു വന്ന ആൾക്കാരുണ്ടാവും, പഠിക്കാതെ കളിച്ച് നടക്കണം എന്ന് വിചാരിച്ചു വന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ഒരു റാഗിങ്ങിന് അവിടുത്തെ ഉസ്താദ്മാർ സപ്പോർട്ടാണ് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ വേദനയാക്കിയതിൻ്റെ പേരിൽ നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ വരെ ഉസ്താദ് അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ തെറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉസ്താദ്മാരെ നമ്മളെ ശകാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉസ്താദ് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മളെ വളർച്ചയിൽ അസൂയില്ലാത്ത 3 ആൾക്കാരെ ഈ ലോകത്തുള്ളൂ. ഒന്ന് നമ്മളെ ഉമ്മ, രണ്ടാമത്തെ നമ്മൾ ഉപ്പ, മൂന്നാമത്തെ നമ്മൾ അധ്യാപകരാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഭാഗത്ത് തന്നെ മമ്മു പറയുന്നൊരു വാക്കുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിനോ? അതായത് ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവൻ്റെ ഉസ്താദ് വീണ്ടും അവനെ വിളിച്ചിരുന്നു ദർസിലേക്ക്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ അവിടുന്ന് പോന്നിട്ട് വരെ അവൻ്റെ നാശമായിരുന്നില്ല അവൻ്റെ ഉസ്താദ് ആഗ്രഹിച്ചിരുന്നത്.